നിങ്ങൾ പാലക്കാട് സ്വകാര്യ അഹങ്കാരമായ പാലാ കുരിശുപള്ളിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് സിനിമകളിൽ ഈ കുരിശുപള്ളി നമുക്ക് കാണാൻ സാധിച്ചു. പൃഥ്വിരാജിൻ്റെ കടുവ സിനിമയിലും സുരേഷ് ഗോപി നായകനാകുന്ന കടുവ കുറുന്നൽ കുറുവച്ചനിലും ഒക്കെ ഈ പാലാ കുരിശുപള്ളിയാണ് പ്രമേയ വിഷയം. ഈ കുരിശുപള്ളിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ചെന്നൈ ആസ്ഥാനമായ പ്രിൻസ് ആൽബർട്ട് ആൻഡ് ഡേവിസ് ആർക്കിടെക്ചർ പാറ്റേഴ്സിൻ്റെ സഹായത്തോടെയാണ് ഈ കുരിശുപള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ കുരിശുപള്ളിയുടെ ഉയരം എന്ന് പറയുന്നത് 144 അടിയാണ്. ഈ കുരിശുപള്ളിയുടെ മേളിൽ 12 അടി ഉയരത്തിലുള്ളൊരു ക്രിസ്തുരാജിൻ്റെ പ്രതിമയും ഉണ്ട്. ഈ കുരിശുപള്ളിയുടെ ഉള്ളിൽ 110 അടി വരെ നമുക്ക് സ്റ്റെപ്പ് വഴി കയറാവുന്നതാണ്. പിന്നീട് കയറാൻ സ്റ്റെപ്പില്ല. കന്യാകുമാരിയിലെ തൽക്കുളത്തുനിന്ന് കൊണ്ടുവന്ന കല്ല് ഉപയോഗിച്ചാണ് ഈ ടവർ പണിതിരിക്കുന്നത്. 14,444 കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ കുരിശുപള്ളി പണിതിരിക്കുന്നത്. ഡിസംബർ 8-നാണ് ഇവിടുത്തെ പ്രധാന ജൂബിലി. ഡിസംബർ 1 തൊട്ട് 9 വരെയാണ് ജൂബിലി സീസൺ. മെയിൻ ജൂബിലി എന്ന് പറഞ്ഞാൽ ഡിസംബർ 8-ആണ്. 1977 ഡിസംബർ 7-ാം തീയതിയാണ് ഈ പള്ളി സ്ഥാപിതമായത്. ഇവിടെ മാതാവാണ്. നല്ലൊരു പ്രത്യേക ഒരു വൈബുള്ളൊരു കപ്പേളയാണിത്. ഇവിടെ നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാം. ഈ പള്ളിയുടെ ഉള്ളിലൂടെ നമുക്ക് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്. 110 അടി വരെ നമുക്ക് സ്റ്റെപ്പ് ഉപയോഗിച്ച് കയറാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. എന്നാലും കയറാൻ പറ്റുമെന്നാണ് ഉള്ളൊരു ആഗ്രഹമാണ്. ഇതുവരെയായിട്ടും കയറാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് കയറാനുള്ള പ്രൊസീജിയറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അങ്ങനെ ഇതൊരു പള്ളി വർഷങ്ങളായിട്ട് കാണുന്നു, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെയായിട്ടൊന്ന് കയറാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. ഇവിടെ നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് പോകാം. കുറച്ചാൾ മുമ്പ് സുരേഷ് ഗോപി ഒരു സിനിമയുടെ ഷൂട്ടിങ്ങോട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ മെഴുകുതിരി കത്തിച്ച് പോകുന്ന കുറേ റീലുകളൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ജൂബിലി കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഡിസംബർ 8-ന് നമുക്ക് പുതിയ ജൂബിലി കാണാം. ഈ പ്രാവശ്യം 2 ജൂബിലി ആയിരുന്നു. അതായത് ഒന്ന് സുരേഷ് ഗോപിയുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു ജൂബിലിയുടെ സെറ്റൊക്കെ ഇട്ടായിരുന്നു. പിന്നീട് ഒറിജിനൽ ജൂബിലിയായ ഡിസംബർ 8-ൻ്റെ ജൂബിലി, അങ്ങനെ 2 ജൂബിലി ആയിരുന്നു ഈ പ്രാവശ്യം നടന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇവിടെ 2 ജൂബിലി നടന്നത്. സാധാരണ 1 ജൂബിലിയേ ഉള്ളൂ. ഈ പ്രാവശ്യം സിനിമയുടെ സംഭവമൊക്കെ ആയതുകൊണ്ടാണ് 2 ജൂബിലി നടന്നത്. നമ്മൾ പാലയിലേക്ക് വരുമ്പോഴത്തേന് പാലയുടെ ഒരു ഐക്കണിക് എംബ്ലമാണ്. ഇപ്പം നമ്മൾ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോഴത്തേന് കാണുന്ന പോലെയൊക്കെ തന്നെ പാരീസിൽ ചെല്ലുമ്പോൾ പാരീസ് ടവർ അതുപോലെയുള്ള ഒരു സംഭവമാണ് നമ്മൾ പാലക്കാരുടെ ഈ കുരിശുപള്ളി. നല്ല അടിപൊളി കുരിശുപള്ളിയാണിത്. കുരിശുപള്ളിയുടെ ചരിത്രം ഇനി ഒരുപാടുണ്ട്.